ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളവിടെ അപ് ടു യൂണിറ്റ് 3 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് യൂണിറ്റ് 4 നമ്മൾ 16th യൂണിറ്റ്, ഓക്കെ, മോഡ്യൂൾ 4 16th യൂണിറ്റ് നമ്മളവിടെ പഠിച്ചിരുന്നു. ഓക്കെ, അതായത് എന്തായിരുന്നു അവിടെ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോവിനെ കുറിച്ചും ഓക്കെ അതൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമുക്കവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? എബൌട്ട് ദ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്ക് ബെർണോളിസ് ഇക്വേഷൻസ് ആണ്. ഓക്കെ, ബെർണോളിസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കും, നമ്മുടെ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒക്കെ ബേസിസിലും തന്നെ അതുപോലെ തന്നെ വെഞ്ചുറി മീറ്ററിൻ്റെ ബേസിസിൽ പ്രോബ്ലം സെക്ഷനും ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് എന്താണ് നമ്മുടെ ഒരു ബെർണോളിസ് തിയറം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ആ ഒരു ബെർണോളിസ് തിയറം, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ ബെർണോളിസ് തിയറം നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മുടെ 12th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. വേറെ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല, കാരണം തിയറം വലിയ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കേസാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ബെർണോളിസ് തിയറം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ബെർണോളിസ് തിയറം, പിന്നെ അതിൻ്റെ ആ ഒരു ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, ഒരു സിമ്പിൾ ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് ശരിക്കും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഒരു ബെർണോളിസ് തിയറം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, എവിടെ നിന്നാണ്? അത് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ബെർണോളിസ് തിയറം അവിടെ വരുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തെന്ന് പഠിച്ചു വയ്ക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തൊട്ട് മുൻപിൽ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ρ1 a1 v1 is equal to ρ2 a2 v2. ഓക്കെ, ρ1 a1 v1 is equal to ρ2 a2 v2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ അതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്തത്, ബെർണോളിസ് തിയറം നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബെർണോളിസ് തിയറം ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ശരിക്കും എന്തൊക്കെയാണ് ആ ഒരു പ്രഷർ, ഓക്കെ, പ്രഷറിൻ്റെ ബേസിസിൽ, ദെൻ അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഫ്ലോയുടെ ബേസിസിൽ, ദെൻ ഹൈറ്റ്. ഓക്കെ, അതായത് ഏതൊരു ഹൈറ്റിലാണോ ലിക്വിഡ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ. ഓക്കെ, അതായത് ഹൈറ്റ് മീൻസ് അവിടെ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യലിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇതിൻ്റെ ഒരു ലെവൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എനർജി ലെവൽസ് വരുന്നത്, എനർജി ലെവൽസ് എന്നല്ല എനർജി എങ്ങനെ വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർലി ഒരു ഐഡിയ കിട്ടും. സോ അതാണ് ബേസിക്കലി നമ്മുടെ ബെർണോളിസ് തിയറം കൊണ്ട് നമ്മളവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ പിന്നീട് ആ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മളോട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ കാണിക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അവിടെ സ്പീഡ് വേരി ചെയ്താലോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അവിടെ നമ്മുടെ ഫസ്റ്റ് എൻട്രൻസിൽ വരുന്ന ആ ഒരു മാസും എക്സിറ്റിൽ വരുന്ന മാസും എന്തായിരിക്കും, അവിടെ നമുക്ക് അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഇതിൻ്റെ ഇൻസൈഡിൽ എന്ത് ചെയ്യാം, ആക്സിലേഷൻ വരാം. ഓക്കെ, അതായത് ആ ഒരു നമുക്കറിയില്ല, നോർമലി നമ്മളിപ്പോൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്തായാലും ആ സമയത്തൊക്കെ നമ്മൾ ഓസിൻ്റെ എൻഡ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫിംഗർ വെച്ചൊന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഫോഴ്സ് കൂടും. അതായത് അവിടെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ സൈസ് കുറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അത് തന്നെയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ബേസിസിൽ പറയുന്നത്. പിന്നെ നമ്മളത് മാസ് എനർജി റിലേഷൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വരുന്നത്. സോ അവിടെ പ്രഷർ എന്ത് ചെയ്യുന്നത് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മളോട് എടുക്കുന്ന നമ്മുടെ വർക്ക് എനർജി തിയറമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുന്നുവെങ്കിലും നമ്മുടെ വർക്ക് എനർജി തിയറത്തിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ബെർണോളിസ് തിയറം നമ്മളവിടെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബെർണോളിസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ, സോ വി ആർ അപ്ലൈയിങ് ദ വർക്ക് എനർജി തിയറം. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ഈ റിമെമ്പറിംഗ് ലെവലിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം, വിച്ച് തിയറം ഈസ് അപ്ലൈഡ് ഫോർ സ്റ്റാർട്ടിംഗ് ദ ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ വർക്ക് എനർജി തിയറമാണ്. പിന്നെ നമ്മുടെ ബെർണോളിസ് ഇക്വേഷനിൽ വർക്ക് ചെയ്യുന്ന തിയറം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് വർക്ക് എനർജി തിയറമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മളവിടെ ആ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ എൻട്രൻസും കൺസിഡർ ചെയ്യുന്നുണ്ട്. then അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു എൻട്രൻസും എക്സിറ്റ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് എന്തായിരിക്കും, ദ സ്പീഡ് അറ്റ് ലോവർ അപ്പറൻസ് v1 ആൻഡ് v2. ഓക്കെ, v1 എൻട്രൻസിലെ സ്പീഡും v2 അവിടെ എക്സിറ്റിലെ സ്പീഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം dt എന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവിടെ മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അവിടെ നമുക്ക് എയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബിയിലോട്ട് അവിടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് എപ്പോഴാണ് ഈ ഒരു മൂവ്മെന്റ് വരുന്നത്, ദാറ്റ് ഈസ് അറ്റ് എ ടൈം dt. ഓക്കെ, ഒരു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചെറിയൊരു മൂവ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു മൂവ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സോ പിന്നെ നമുക്ക് അവിടെ ആ ഒരു ഡിസ്റ്റൻസ് വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സ്പീഡ് റിലേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി നമ്മൾ അവിടെ കാൽക്കുലേഷൻസ് ഇതിനകത്തോട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ആ ഡിസ്റ്റൻസ് കവേർഡ്. ഓക്കെ, ദാറ്റ് ഈസ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്താണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ
ടൈമാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്തെടുക്കുന്നത്, ഇവിടെ നമ്മൾ ഈ ഒരു ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ഇവിടെ നമുക്ക് വെലോസിറ്റി ആണ്, വെലോസിറ്റി സ്പീഡായിട്ട് പറയാം. വെലോസിറ്റി മീൻസ് സ്പീഡിന് നമ്മൾ വെക്ടറൈസേഷൻ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വരുന്ന സമയത്താണ് വെലോസിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ അവിടെ എന്തുണ്ട്, അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് റീജിയനിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കവേർഡ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക, നമ്മൾ തൊട്ട് മുമ്പ് എടുത്ത ആ ഒരു ഫിഗർ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു എൻട്രൻസിൽ ഉണ്ടാകുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് ഈ ഒരു എൻട്രൻസിൽ വരുന്ന പോലെ തന്നെ എക്സിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് സ്പീഡ് വേരി ചെയ്യുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം, അവിടെ വരുന്നുണ്ട്. സോ അതാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് സെക്കൻഡ്ലി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ സെക്കൻഡ്ലി പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് കവേർഡ് ds2 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, v2 dt ആണ്. ഓക്കെ, എത്രയാണ്, v2 dt ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ പറയുന്നുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ A1 ആൻഡ് A2 ആണ് അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ഇത്രയും ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്യുന്നത്, അതുവഴി പാസ് ചെയ്ത് പോകുന്നത് അറ്റ് എ ടൈം dt. ഓക്കെ, അപ്പോൾ നമുക്കത് രണ്ടും എന്തായിരിക്കും, അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് A1 ds1 എന്ന് പറയുന്നത് A2 ds2, ഇവിടെ d ഉണ്ട് കേട്ടോ, ds2 എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ ആ ഒരു വർക്ക് ഡൺ എന്ന രീതിയിലൂടെ മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്തു. ദെൻ അതിൻ്റെ ബേസിസ് നമ്മളവിടെ A1 ds1 is equal to A2 S2 എന്ന് പറഞ്ഞു. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളവിടെ ഇതിനകത്ത് വിസ്കോസിറ്റി ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, വിസ്കോസിറ്റി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ചൊരു ഐഡിയ വരും. റെസിസ്റ്റൻസ് മീൻസ് എന്താ, ഒരു ഒപ്പോസിഷൻ ഫോഴ്സ്, ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് വരും. അപ്പോൾ നമ്മൾ അതിനെ ഇവിടെ എടുക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഇതൊരു എന്താണ്, ഒരു ഫ്രിക്ഷൻലെസ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, നോ വിസ്കോസിറ്റി ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പ്രഷറിന്റെ ബേസിസിൽ നോക്കുകയാണ്, രണ്ട് സൈഡിൽ പ്രഷർ നോക്കുന്നുണ്ട്, P1 ആൻഡ് P2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റീജിയനിലെ പ്രഷർ, ഓക്കെ, എ എന്ന് പറഞ്ഞ റീജിയനിലെ പ്രഷർ, അതായത് പ്രഷർ വെച്ചിട്ട് ഫോഴ്സ് എടുക്കുകയാണ്. ഓക്കെ, പ്രഷർ P1 P2 ആണ്. ദെൻ അവിടെ നമ്മൾ ഫോഴ്സ് എടുക്കുന്നുണ്ട്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എടുത്തൂടെ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ഈ ഒരു റിലേഷൻ നമ്മൾ അവിടെ എടുക്കുന്നത്. ഓക്കെ, പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഏരിയ. അപ്പോൾ സി നമുക്ക് P2 A2 നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അവിടെ പ്രഷേഴ്സ് നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രഷറിൻ്റെ കേസ് നമുക്ക് അവിടെ എന്ത് ചെയ്തു, അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇനി അവിടെ നമ്മൾ എടുക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ വർക്ക് എനർജി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വർക്ക് എനർജി തിയറം പറയുന്നത് എന്താണ് കേട്ടോ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ കാരണം ചിലപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒക്കെ ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ഇങ്ങനെ ഡെറിവേഷൻ എഴുതാനോ അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ ഓരോ ഇൻ ബിറ്റ്വീൻ പാർട്ടിൽ നിന്നാണ് ചില ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ പറയുന്നതായാലും അല്ലാതെ നിങ്ങൾ നോക്കിയാലും ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ചോദിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് 3 ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അതിനകത്ത് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എഴുതിയാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് മീൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻ അത്യാവശ്യം പഠിക്കുന്നവർക്കും തലേദിവസം എക്സാം തലേദിവസം നോക്കുന്നവർക്കും ഒരുവിധമൊക്കെ എഴുതി പോകാൻ പറ്റും. ബട്ട് ആ ഒരു ലാസ്റ്റത്തെ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ കുറച്ച് ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ആ ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് ആ ഒരു 85, 90 എബോ ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലെവലോട്ടാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും എത്തേണ്ടത്. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് FIUGP ആണ്. സോ അത് നമുക്ക് 4 ഇയർ ഡിഗ്രിയാണ്, BSc ഓണേഴ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വരണമെങ്കിൽ അവിടെ നമുക്ക് പറഞ്ഞുള്ള ക്രൈറ്റീരിയാസ് എല്ലാം ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, മുൻപത്തെ ഡിഗ്രി ആണെങ്കിൽ ആ ഒരു പ്രശ്നവുമില്ല, എങ്ങനെ പോലെ ഒരു 65 അത്യാവശ്യം പഠിക്കുന്നത് 65 പിന്നെ അങ്ങോട്ട് ഇപ്പോൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അവർക്ക് അതൊരു പ്രശ്നമല്ല, എങ്ങനെ പഠിച്ചു പോയാലും 3 ഇയർ ഡിഗ്രി കഴിയുന്നു, പിന്നെ അടുത്ത് PGക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണ്. ബട്ട് നിങ്ങളുടെ ഒരു കേസിൽ ഈ 4 ഇയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കോഴ്സിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, മാർക്ക് എല്ലാം അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും എങ്ങനെ വരുന്നുണ്ട് ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ എപ്പോഴും അവിടെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വർക്ക് എനർജി തിയർ അപ്ലൈ ചെയ്തു. ഓക്കെ, നേരത്തെ നമ്മളിവിടെ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു. വർക്ക് എനർജി തിയർ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. DW ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു F into S, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഫോഴ്സ് നമ്മളിവിടെ പ്രഷറിൻ്റെ ടേംസിൽ പറഞ്ഞു. കാരണം ഇവിടെ നമുക്ക് നേരെ പോയിട്ട് ആ ഒരു സിലിണ്ടറിൽ പോയി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ പൈപ്പിലെടുത്ത് പോയിട്ട് അവിടെ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് അവിടെ പ്രഷറിൻ്റെയും ഏരിയയുടെ ടേംസിലേ പറ്റുള്ളൂ. സോ നമ്മളവിടെ പ്രഷർ ഇൻറ്റു ഏരിയ, ഓക്കെ, ഇൻറ്റു DS, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന ടേംസിൽ എന്ത് ചെയ്തു, നമ്മളവിടുത്തെ വർക്ക് ഡൺ നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്തു. അങ്ങനെ നമുക്ക് വർക്ക് ഡൺ കിട്ടി. ഓക്കെ, വർക്ക് ഡൺ മീൻസ് അതിൻ്റെ വേരിയേഷൻ, ഓക്കെ, ചേഞ്ച് നമുക്കവിടെ ഒബ്റ്റെയിൻ ചെയ്തു. കാരണം രണ്ടെണ്ണം ഉണ്ടല്ലോ, രണ്ടിടത്തുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ P2 - P1 ഇൻറ്റു DV എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ
വർക്ക് ഡൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അവിടുത്തെ ഒരു മെക്കാനിക്കൽ എനർജി. ഓക്കെ, അതായത് നമ്മുടെ ബി എന്ന റീജിയനിലും സി എന്ന റീജിയനിലും ഈ മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്തില്ല, അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, മെക്കാനിക്കൽ എനർജിക്ക് യാതൊരു ചേഞ്ചും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ കൈനറ്റിക് എനർജി ടേംസ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കൈനറ്റിക് എനർജി ടേംസ് ഹാഫ് റോ ഇൻറ്റു A1ds1 ഇൻറ്റു V1 സ്ക്വയർ. ഓക്കെ, മാസിന് പകരമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേം നമുക്കിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഈ റോ A1ds1 എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ മാസിന്റെ ടേം ആണ്. ഓക്കെ, മാസിന്റെ ടേംസ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ ഈ ഒരു റിലേഷനിൽ അവിടെ നിൽക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് റീജിയനിൽ, ഇത് നമ്മുടെ ഫസ്റ്റ് റീജിയനിലാണ്, ഫസ്റ്റ് ആ ഒരു എൻട്രൻസിലാണ്. അടുത്ത എക്സിറ്റിലെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, എക്സിറ്റിലെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഹാഫ് ഇൻറ്റു റോ A2ds2 ഇൻറ്റു V2 സ്ക്വയർ എന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തല്ലോ. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടി പറയാൻ കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് എഴുതണം. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ്സിൽ തന്നെ നോക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആ ഒരു ക്ലാസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടുവെക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് അവിടുത്തെ കൈനറ്റിക് എനർജി കിട്ടി. കൈനറ്റിക് എനർജി റിലേഷൻ നമുക്ക് കിട്ടി, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു dV ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി അതേപോലെ തന്നെ അവിടെ എന്തുണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, കാരണം ആ രണ്ട് ഹൈറ്റിലായിരിക്കും. ഇപ്പോൾ സെയിം ഹൈറ്റ് ആയിരുന്നെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻ പറയാൻ പറഞ്ഞാൽ, നമ്മുടെ സാധാരണ നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ എവിടെയാണ് വെക്കുന്നത്, നമ്മുടെ വീടിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീടിൻ്റെ ടോപ്പ് സർഫസിൽ വാട്ടർ ടാങ്ക് പ്ലേസ് ചെയ്താലേ നമുക്ക് താഴത്തെ ടാപ്പിൽ എന്ത് ചെയ്യത്തുള്ളൂ, വാട്ടർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാപ്പും വാട്ടർ ടാങ്ക് സെയിം ലെവലിൽ ഇരുന്നാൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് അവിടെ വാട്ടർ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഈ ഒരു പൈപ്പിൻ്റെ കേസ് നോക്കിയാലും അല്ലെങ്കിൽ ഈ ഒരു ട്യൂബിൻ്റെ കേസ് നോക്കിയാലും അവിടെ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ്റെ കേസ് നമ്മൾ എടുക്കുന്നുണ്ട്. സോ dm g y1 is equal to rho dv into g y1. ഓക്കെ, അത് വേറെ ഒന്നുമില്ല, മാസിന് വരെ നമ്മൾ അവിടെ എന്ത് ചെയ്തു, റോ ഇൻറ്റു dv എന്ന വാല്യൂ അവിടെ എടുത്തു. ഓക്കെ, അതേപോലെ തന്നെ തിരിച്ചിവിടെ നമുക്ക് വന്നു. സോ അതിൻ്റെ ഡിഫറൻസ് അവിടെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർക്ക് എനർജി തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ വർക്ക് എനർജി തിയറത്തിൽ നമ്മൾ ഇവിടെ ലാസ്റ്റ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ടോട്ടൽ വർക്ക്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ മീൻസ് ടോട്ടൽ വർക്കാണ്. ടോട്ടൽ വർക്ക് എന്നുള്ളത് നമുക്ക് ടോട്ടൽ എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വർക്കും എനർജിയൊക്കെ സെയിം രീതിയിലാണ് വരുന്നത്. സോ നമുക്ക് ടോട്ടൽ വർക്ക് എന്നോ ടോട്ടൽ എനർജി എന്ന് പറയാം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി, ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം എങ്ങനെയാണ്, ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സമ്മേഷൻ ബിറ്റ്വീൻ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ ഇവിടെ ചെറിയ എനർജീസ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ dk എന്ന du എന്നൊക്കെ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലൂടെ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഉണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ dkയുടെ വാല്യൂ ഉണ്ട്, തേർഡ് ഇക്വേഷനിൽ duവിൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കംപ്ലീറ്റ് വാല്യൂസ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ നമ്മളവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ അവിടുത്തെ ബെർണോളിസ് ഇക്വേഷൻ നമ്മളവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബെർണോളിസ് ഇക്വേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ബെർണോളിസ് ഇക്വേഷനിൽ നമുക്ക് ശരിക്കും 3 ടേംസ് ഉണ്ട്. ഒന്ന് പ്രഷർ ടേം ഉണ്ട്, മറ്റേ നമുക്കവിടെ വെലോസിറ്റി ടേം ഉണ്ട്, പിന്നെ അവിടെ ആ കൈനറ്റിക് എനർജി ടേം ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു പൊട്ടൻഷ്യൽ എനർജി ടേം നമുക്കവിടെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 3 ടേംസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഇതെന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇതെന്താണ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ബെർണോളിസ് തിയറം വരുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ വെഞ്ചുറി മീറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്ററും ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കാം. ഓക്കെ, ചിലപ്പോൾ ഒന്നല്ല, നിങ്ങളത് പഠിച്ചിരിക്കണം വെഞ്ചുറി മീറ്റർ. കാരണം നമുക്ക് ആ ഒരു ടോപ്പിക് നിങ്ങൾ നോക്കിയാൽ മതി, അത് 4 ഹവേഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉള്ള ടോപ്പിക്സ് ആണ്. ബെർണോളിസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ പ്രത്യേകം ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെഞ്ചുറി മീറ്റർ, അത് 3 ആപ്ലിക്കേഷൻസാണ്. ഓക്കെ, വെഞ്ചുറി മീറ്റർ 3 വെഞ്ചുറി മീറ്ററും പിന്നെ ആ ഒരു ലിഫ്റ്റ് ഓഫ് ആൻഡ് എയർപ്ലെയിൻ വിങ്ങും എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ അതുകൊണ്ട് ആ ടോപ്പിക്സ് എന്ത് ചെയ്യാം, എക്സാമിനേഷൻ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ കറക്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലപ്പോൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിക്കേണ്ട ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ടോപ്പിക്സ് കറക്റ്റായിട്ട് നിങ്ങളവിടെ നോക്കിയിരിക്കണം. ഓക്കെ, ഒരിക്കലും അത് സ്കിപ്പ് ചെയ്തിട്ട് പോകല എക്സാമിനേഷന്. അതേപോലെ തന്നെ അടുത്ത സെക്ഷൻ, ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വിസ്കോസിറ്റി ഒക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്കിലും അതും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ഈ കൂടുതൽ ഡ്യൂറേഷൻ കൂടുതലുള്ള ടോപ്പിക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ല. ഓക്കെ, കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ടോപ്പിക്സുകൾ കറക്റ്റായിട്ട് നിങ്ങളവിടെ പഠിക്കണം. മറ്റൊന്നും പഠിക്കണമെന്നല്ല, എന്നാൽ ഇതാണ് എന്ത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കുക. കാരണം അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് കറക്റ്റായിട്ട് അവിടെ നോക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട്, ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ.
ഒക്കെ വെഞ്ചുറിമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കിക്കുക എന്താണെന്ന്. അപ്പോൾ ഇതാണ് ആ ഒരു അപ്പാരറ്റസിൻ്റെ ഫിഗറൊക്കെ ഒന്ന് വരയ്ക്കാൻ പഠിച്ചിരിക്കുക. പ്ലോട്ട് ദ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, മുൻപൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. സോ ആ ഒരു ലെവൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. സോ നമുക്കവിടെ ആ ഒരു വെഞ്ചുറിമീറ്ററിൻ്റെ ബേസിസിൽ നമ്മളവിടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് നോക്കുക കേട്ടോ. ആ ഒരു ഡെറിവേഷൻ എങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടി ഒന്ന് ആ ക്ലാസ്സിൽ നോക്കുക, നമ്മുടെ വെഞ്ചുറിമീറ്ററിൻ്റെ ഡെറിവേഷൻ. സോ അപ്പോൾ നമുക്ക് അവിടുത്തെ എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ വെലോസിറ്റി, ഓക്കെ, ആ ഒരു ലിക്വിഡ് ഫ്ലോയുടെ വെലോസിറ്റി നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാം. V1 = √g(h) ഡിവൈഡ് ബൈ a/a2 a1/a2 the whole square minus 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടുന്നു, അവിടുത്തെ വെലോസിറ്റി. ഓക്കെ, ആ ഒരു എൻട്രൻസിലെ വെലോസിറ്റി, ആ ഒരു ട്യൂബിൽ കൂടി എത്രയാണ് വെലോസിറ്റിയാണ് അത് പോകുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു വെഞ്ചുറിമീറ്റർ. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വെഞ്ചുറിമീറ്റർ ഈസ് എ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ ഓഫ് എ സ്പീഡ് ഇൻ എ ഫ്ലോ സ്പീഡ് ഇൻ എ പൈപ്പ്. ഓക്കെ, അതായത് ഒരു പൈപ്പിൽ ഫ്ലോ സ്പീഡ്, ഓക്കെ, എത്രത്തോളം ഫ്ലോ ആണ് നടക്കുന്നത്, ഓക്കെ, അത് ഡിറ്റർമിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെഞ്ചുറിമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ അറിഞ്ഞിരിക്കാതെ അതിൻ്റെ പാർട്സും ബാക്കി കാര്യങ്ങളും, ഓക്കെ, ത്രോട്ടും അതൊക്കെ എന്തെങ്കിലും കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. എവിടെയൊക്കെയാണ് അത് വരുന്നത്, ഫിഗറൊക്കെ വരയ്ക്കുക, നോക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങളിത് +2 പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ആ ടോപ്പിക്സ് കൂടി ഒന്നുകൂടി ആ നോട്ട്സ് ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, അതുകൂടി എടുത്തിട്ട് നോക്കുക. അതിൻ്റെ കീഴിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം അത് കുറച്ചുകൂടി നല്ലതായിട്ട് കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഓക്കെ, അതിലൊക്കെ അപ്പോൾ അതുകൂടി വേണമെങ്കിൽ നോക്കുക. ഓക്കെ, ആ ഒരു അതിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് നോക്കിയാലും മതിയാവും. ഓക്കെ, ആ ഒരു ലെവൽ തന്നെയാണ് ഇതിൽ വരുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിൽ വെഞ്ചുറിമീറ്ററിൽ ഒന്നുകൂടി പ്രോബ്ലംസ് കൂടിയൊക്കെ അതിനകത്ത് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഞാനത് സെൻഡ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം സെക്ഷൻ ഉള്ളത്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നീട് അടുത്ത് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ എന്താണ്, നമ്മുടെ എയ്റോപ്ലെയിൻ വിങ്ങിൻ്റെ അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസിൻ്റെ ലിഫ്റ്റ്. ഓക്കെ, ലിഫ്റ്റിംഗ് ഓഫ് ആൻ എയ്റോപ്ലെയിൻ. അപ്പോൾ അത് ശരിക്കും എന്താണ്, ഒരു പ്രഷർ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ ലൈനിൽ ഇതിനൊരു വ്യത്യാസം വരുന്നുണ്ട്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ആ ഒരു ലിഫ്റ്റിംഗ് നടക്കണമെങ്കിൽ അവിടെ ആ ഒരു പ്രഷർ ഡിഫറൻസ് നമുക്ക് അവിടെ വേണം. ഓക്കെ, വെഞ്ചുറി ഇഫക്റ്റിൽ വരുന്ന പോലെ എന്ത് ചെയ്യണം, ഒരു പ്രഷർ ഡിഫറൻസ് അവിടെ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് ആണ് ഈ പ്ലെയിൻ എന്ത് ചെയ്യുന്നത്, അവിടെ ലിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എയറോഡൈനാമിക്കൽ ലിഫ്റ്റ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഷേപ്പ് നമ്മുടെ എയർഫോയിൽ അല്ലെങ്കിൽ എയറോഡൈനാമിക്കൽ ഷേപ്പ് ആയിരിക്കും, എയർഫോയിൽ ഷേപ്പ് ആയിരിക്കും നമുക്ക് അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ അതെങ്ങനെ വരുന്നുണ്ട്, ദെൻ എങ്ങനെയാണ് ആ ഒരു എയറോപ്ലെയിൻ ലിഫ്റ്റ് വരുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് അവിടെ നോക്കുക. ഞാനതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു എയറോപ്ലെയിൻ ലിഫ്റ്റ് നമുക്ക് അവിടെ വരുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ ബേർഡ്സിൻ്റെ ഫ്ലൈസും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ അങ്ങനെയും ചോദിക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ബേർഡ്സിൻ്റെ ഫ്ലൈസിൽ എങ്ങനെയാണ് നമുക്ക് ശരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ എന്ത് ചെയ്യാൻ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, നമുക്കത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു 17th യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 17th യൂണിറ്റ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പറഞ്ഞു, അവിടെ നമുക്ക് ബേസിക്കലി ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ബെർണൗളിസ് തിയറം. ഓക്കെ, ബെർണൗളിസ് തിയറം മാത്രമേ നമുക്കവിടെ വരുന്നുള്ളൂ. അതിൻ്റെ സബ്സിഡറി ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്കവിടെ അതിൻ്റെ ഡെറിവേഷൻ വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്, ദാറ്റ് ഈസ് അവിടെ വെഞ്ചുറിമീറ്റർ. ഓക്കെ, വെഞ്ചുറിമീറ്റർ വരുന്നുണ്ട്. ദെൻ പിന്നെ എന്താ വരുന്നത്, വെഞ്ചുറിമീറ്റർ ആൻഡ് ദെൻ നമ്മുടെ എയ്റോപ്ലെയിൻ വിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എയ്റോപ്ലെയിൻ വിങ് മാത്രമായിരിക്കത്തില്ല, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബേർഡ്സിൻ്റെ ഫ്ലൈസ് എന്ന് ചോദിക്കാം. ഓക്കെ, ബേർഡ്സിൻ്റെ ഫ്ലൈങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിക്കാം. ഓക്കെ, കാരണം അതും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്കവിടെ ടോപ്പിക് വൈസ് ആയിട്ട് പറയാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ് മെയിൻ ക്ലാസ്സുകൾ കണ്ടുപോക്കുക, ടൈം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് നാളേക്ക് ആയിട്ട് ഫിസിക്സിന് ആദ്യം പഠിച്ച് തീർക്കുക. ഓക്കെ, അതോടൊപ്പം ആ ഒരു കാര്യം കഴിയുമല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു 17th യൂണിറ്റ് ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്നത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് ഇൻ എ ഫ്യൂൽ പൈപ്പ്, ഇഫ് ദ പൈപ്പ് നാരോ, how does the velocity of the fuel changes, what effect does it have on pressure? ഓക്കെ, അതായത് ഒരു ഫ്യൂവൽ പൈപ്പ് ഉണ്ട്, പൈപ്പ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പ് ലൈൻസ് എന്താണ്, നാരോ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു നാരോ മീൻസ് എന്താണ്, തിക്നെസ് കുറവാണ്. ഓക്കെ, അതിൻ്റെ ഓപ്പണിങ് അവിടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവാണ്. നമ്മുടെ കാപ്പിലറി ട്യൂബ് പോലെ അത്രയും ചെറുതായിരിക്കത്തില്ല, ഇതിന് അത്യാവശ്യം എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. ഓക്കെ, ഫ്യൂവൽ പൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് നമ്മുടെ വെഹിക്കിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ടാങ്കിൽ നിന്നും
എഞ്ചിനിലോട്ട് ഇഞ്ചക്ഷന് വേണ്ടി എന്താ നമ്മുടെ കമ്പഷന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഫ്യൂൽ പൈപ്പ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അവിടെ ഈ ഒരു ഒരു ഫ്യൂവലിൻ്റെ വെലോസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ വെലോസിറ്റിയിൽ ചേഞ്ച് വരുവാണെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ ഒരു പ്രഷറിൽ ചേഞ്ച് വരും. പ്രഷറിൽ എങ്ങനെ ചേഞ്ച് വരും? അവിടെ പറയുന്നത് വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രഷറിൽ എങ്ങനെ ചേഞ്ച് വരാം? അപ്പോൾ നമുക്കവിടെ എന്ത് തിയറംസ് യൂസ് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ ബെർണോളിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് തിയറംസും ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? അവിടെ നമുക്ക് പറയുന്നത് ഇൻക്രീസ് ദ വെലോസിറ്റി. വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷറിൻ്റെ എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഹാപ്പൻ ടു പ്രഷർ? പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ വിൽ ഡിക്രീസസ്. ഡിക്രീസസ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? അവിടെ ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ദ പ്രഷർ. ഇതാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നടക്കുന്നത്. പ്രഷർ എന്ത് ചെയ്യുന്നു? അവിടെ ഡിക്രീസ് ചെയ്യുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എക്സ്പ്ലനേഷനിൽ പോകണ്ട. വേണമെങ്കിൽ അവിടെ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആ റിലേഷൻ കാണിക്കാം. റിലേഷൻ കാണിച്ചിട്ട് എന്ത് ചെയ്യാം? അവിടെ പ്രഷർ ഡിക്രീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പറയാം. അത് വേണമെങ്കിൽ നല്ല 2 മാർക്കിന് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ കൂടി കൊടുത്തിട്ട് എഴുതുക കേട്ടോ. കാരണം 1 മാർക്കിനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസേഴ്സ് പറയാൻ പറ്റൂ. 2 മാർക്കിനാകുമ്പോൾ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ട് എഴുതുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? അവിടെ ജസ്റ്റ് അത് എങ്ങനെയാണ് വരുന്നത് ആ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അതവിടെ ആ ഒരു പ്രഷർ ചേഞ്ച് ചെയ്യുന്നു അതൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Why do fire hoses have narrow nozzle compared to the main hose pipe? ഇതും അപ്ലൈ ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുമ്പേ പറഞ്ഞതും അപ്ലൈ ലെവലിൽ തന്നെയാണ്. ഇതും നമ്മുടെ അപ്ലൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ ഫയർ എൻജിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫയർ ഹോസ്. സാധാരണ ഫയർ ഹോസിൻ്റെ ലെങ്ത് ഏകദേശം ഇത്രയാണ്. ബട്ട് അതിൻ്റെ നോസിലിൻ്റെ എൻഡ് എന്തായിരിക്കും? ഇതുപോലെ ചെറുതായിരിക്കും. നോസിൽ വളരെ ചെറുതായിരിക്കും. അത് നമ്മളതിൻ്റെ ഗാർഡൻ ഹോസൊക്കെ യൂസ് ചെയ്ത് നോക്കിയാലും നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഈ വെഹിക്കിൾസ് ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതുപോലത്തെ നാരോ ഹോസസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്? ബാക്കി ട്യൂബെല്ലാം വലുതും ഈ ഒരു എൻഡ് വരുന്ന സമയത്ത് അവിടെ നാരോ ഓപ്പണിംഗ് ആക്കേണ്ട റീസൺ എന്തുകൊണ്ടാണ്? ഇതൊരു അപ്ലൈയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കവിടെ എന്ത് പറയാം? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? ബിക്കോസ് അവിടെയും നമ്മളതിൽ ഇവിടെ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെലോസിറ്റി ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഈ ഓപ്പണിങ്ങിൻ്റെ എൻഡ് കുറയുമ്പോൾ അല്ലെങ്കിൽ റേഡിയസ് കുറയുന്നതനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും? പ്രഷർ കൂടും. പ്രഷർ കൂടും. അപ്പോൾ മാക്സിമം വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ദൂരത്തോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. മാക്സിമം വെലോസിറ്റിയിൽ പ്രഷറൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ ഇതിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ ബെർണോളിസ് തിയറം. അവിടെ എന്ത് ചെയ്യുന്നു? വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. പ്രഷർ അവിടെ എന്താ റീസൺ? പ്രഷർ ആൻഡ് വെലോസിറ്റി ഇൻക്രീസസ്. ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഞാനത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് സെൻഡ് ചെയ്തിരിക്കാം. അതായത് ഒരു നോട്ട് നിങ്ങൾക്ക് എഴുതാൻ കണക്കിന്. ഞാൻ ഇപ്പോൾ ഇത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആൻസർ ഞാൻ നിങ്ങൾക്കത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്നുകൂടി നോക്കിയിട്ട് പോവുക എക്സാമിനേഷന്. ഇപ്പോൾ ഇതിൻ്റെ കീ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത സ്റ്റേറ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത നമുക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം. ഇത് നമുക്കൊരു 7 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് ഇക്വേഷൻ. ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് എനർജി കൺസർവേഷൻ ആൻഡ് റൈറ്റ് ഡൗൺ ദ 2 റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ്. അപ്പോൾ അതായത് നമുക്ക് ഈ ബെർണോളിസ് തിയറം എന്താണെന്ന് എഴുതണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വേണം. ദെൻ അതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോർമുലാസ് വേണം. 7 മാർക്കിനല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ശരിക്കും 3 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 പാർട്ട്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം അത് അപ്പോൾ അതിൽ 3 അല്ല ശരിക്കും 4 പാർട്ടുണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പാർട്ട്. സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നത് ഒരു പാർട്ട്. എന്താണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നതിന് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത് നമുക്ക് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ പറയുന്നുവെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതണം? അവിടെ വി ഹാവ് ടു റൈറ്റ് ദ ഡെറിവേഷൻ. അതിൻ്റെ ഡെറിവേഷൻ നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. ഡെറിവേഷൻ കൊടുക്കണം. നെക്സ്റ്റ് അതുപോലെ തന്നെ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രിൻസിപ്പിൾ ഓഫ് എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ LHS ഈക്വൽ ടു RHS ആണ് കിട്ടുന്നത്. LHS ഈക്വൽ ടു RHS ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു P പ്ലസ് റോ HG പ്ലസ് നമ്മൾ എഴുതല്ലോ ഹാഫ്
സ്ക്വയർ എന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതുന്ന സമയത്ത് അപ്പോൾ നമുക്ക് LHSഉം RHSഉം ഈക്വൽ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അതെന്തായിരിക്കും, അവിടെ എൻട്രൻസിലെ ഇതും എക്സിറ്റിലെ മാസും എന്തായിരിക്കും അവിടെ കൺസർവേഷൻ അല്ലെങ്കിൽ എനർജീസ് എന്ത് ചെയ്യുന്നു അവിടെ കൺസേർവ്ഡ് ആണ്. മറ്റേ ലാസ്റ്റ് നമ്മൾ ഈക്വൽ ടു കോൺസ്റ്റന്റ് എഴുതത്തില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ എത്തുന്ന സമയത്ത് ഇതിന് നമുക്ക് ആ ഒരു എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇത് തന്നെ എന്ത് അവിടുത്തെ ആ ഒരു എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അപ്പോൾ അത് LHSഉം RHSഉം എന്താണ് ഈക്വൽ ആണ്. കാരണം അങ്ങനെ വരണമെങ്കിൽ എന്തായിരിക്കണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പ്രഷർ, ഓക്കെ ഇതെല്ലാം എന്താണ് കോൺസ്റ്റന്റ്. അപ്പോൾ പ്രഷർ എനർജി എന്ന് എഴുതുക. ഓക്കെ, അവിടെ എഴുതുമ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ഹെൻസ് ബൈ ദ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ അവിടെ ഈ ഒരു ഡെറിവേഷൻ എഴുതി നിർത്തും, കാരണം ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡെറിവേഷൻ എഴുതി അവിടെ നിർത്തുന്നുണ്ട്. ഡെറിവേഷൻ എഴുതി നിർത്തിയതിന് ശേഷം കണ്ടോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യും. പ്രൂവ് ചെയ്യുമ്പോൾ ഈക്വൽ ടു കോൺസ്റ്റന്റ് പറയും. അപ്പോൾ ബൈ അക്കോർഡിംഗ് ടു എബോ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ നമ്മൾ ഇക്വേഷൻ നമ്പർ ഇട്ട് എഴുതുവാണെങ്കിൽ ഇക്വേഷൻ നമ്പർ എന്ന് എഴുതുക. ഇക്വേഷൻ നമ്പർ എഴുതി നമുക്ക് എന്ത് പറയാം, അക്കോർഡിംഗ് ടു ഇക്വേഷൻ LHS ഈക്വൽ ടു RHS സിൻസ് ദ പ്രഷർ എനർജി ആൻഡ് ബാക്കി എനർജീസ് അവിടെ വരുന്ന എല്ലാ എനർജീസും എന്തായിരിക്കും നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു എനർജി അവിടെ കൺസേർവ്ഡ് ആണ്, അല്ലെങ്കിൽ തന്നെ അവിടെ കൺസേർവ്ഡ് ആണ്. ഓക്കെ, നമുക്ക് അവിടെ രണ്ട് ഇതും ഈക്വൽ ആയിട്ട് വരുന്നു, കാരണം നമ്മൾ കണ്ടിന്യൂ ഇക്വേഷൻ പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതവിടെ എനർജീസ് അവിടെ എന്തായിരിക്കും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, കൺസേർവ്ഡ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ 2 റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. ഒന്ന് എന്താണ് നമ്മുടെ എയ്റോപ്ലെയിൻ്റെ ഫ്ലൈ. ഓക്കെ, എയ്റോപ്ലെയിൻ്റെ ഫ്ലൈയിൽ നമ്മൾ ബെർണോളിസ് തിയറം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അല്ല നമ്മുടെ ബേർഡ്സിൻ്റെ ഫ്ലൈസിൽ, ഓക്കെ ബേർഡ്സിൻ്റെ ഫ്ലൈയിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബെർണോളിസ് തിയറാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഒരു എന്താ നമ്മുടെ ഒരു ട്യൂബിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മുടെ ഫയർ എഞ്ചിൻ്റെ കേസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞില്ലേ ഗാർഡൻ ഹൗസ്. ഓക്കെ, അതെല്ലാം എന്ത് ചെയ്യുന്നത് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ഗൺ. ഓക്കെ, വാട്ടർ ഗൺ നമ്മുടെ ഈ ജലപീരങ്കിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്ട്രൈക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ വരുന്ന സമയത്തും നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബെർണോളിസ് തിയറം. ഓക്കെ, അവിടെ തിയറം യൂസ് ചെയ്യുന്നില്ല, അവിടെ ആ ഒരു വാട്ടറൊക്കെ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ബേസിസ് എന്താണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് എൻ്റെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ആണ്. ബേർഡ്സിൻ്റെത്, ഫയർ എഞ്ചിൻ്റെ ഹൗസ്. ഓക്കെ, അതെല്ലാം എന്താണ് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, റിയൽ വേൾഡ് ആപ്ലിക്കേഷനാണ് നമ്മുടെ ബെർണോളിസ് തിയറം. അപ്പോൾ ഇതൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഓരോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓരോ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ അതനുസരിച്ച് മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ 1, 2, 3, 4. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിനൊരു 1 മാർക്ക്, സ്റ്റേറ്റ്മെൻറ്റ് 1 മാർക്ക്, ഇതിനൊരു 3 മാർക്കായിരിക്കും. ദെൻ ഇതിനൊരു 2 മാർക്ക്. ഓക്കെ, നമുക്ക് ടോട്ടൽ എത്രയായി 5, 6. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷന് 1 മാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് 1 മാർക്കായിരിക്കും, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതോടെ 1 മാർക്കായിരിക്കും. ഇതോടെ 1 മാർക്ക്, ദെൻ ഇതൊരു 4 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും അവിടെ മാർക്കിംഗ് സ്കീമുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വേണം ആൻസേഴ്സ് എഴുതാൻ. എത്ര ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് നോക്കിയിട്ട് വേണം എന്തിനാണ് എഴുതുന്നത്. ഇപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് ഇക്വേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യും, അവിടുത്തെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ എഴുതണം. ഓക്കെ, ഇപ്പോൾ 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് ഇക്വേഷൻ അത്രയേ ഉള്ളൂ, 7 മാർക്കാണ്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണം ഈ ഒരു കാര്യം അവിടെ എനർജി കൺസേർവ്ഡ് ആണ് നമ്മൾ അങ്ങോട്ട് എഴുതണം. ഓക്കെ, ഇതിന് അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എഴുതണം. ഓക്കെ, അതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, പക്ഷേ വാല്യുവേഷൻ സ്കീമിൽ എന്തുണ്ടാവും ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ്റെ പ്രിൻസിപ്പിൾ മീൻസ് എന്താണ്, ഒന്ന് നമ്മുടെ ബേസിക്കലി പറയുകയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബെർണോളിസ് തിയറത്തിൻ്റെ ബിഹൈൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിമെമ്പർ ലെവലിലെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെൻഷൻ 2 ലോസ്. പിന്നെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീട് ഏത് പറയാം, നമ്മുടെ ആ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്, ബെർണോളിസ് ഇതിൻ്റെ പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ അതും എൻ്റെ ഒരു ആൻസറാണ്. ദെൻ എൻ്റെ കറക്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബേസിസിൽ
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. പക്ഷേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഡയറക്ട്ലി പിന്നെ എന്തിനാ അസോസിയേറ്റ് ചെയ്യും, നമുക്ക് ആ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, കാരണം നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷന് തൊട്ട് മുൻപത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് വെച്ചാൽ നമ്മൾ ഡെറിവേഷൻ വരുന്നത്. അപ്പോൾ അത് നമുക്ക് രണ്ടും പറയാം കേട്ടോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും പറയാം, ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ വരാം. അത് കാരണം കണ്ടിന്യൂറ്റി ഇക്വേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കലി പറയുന്നത് എന്ത് തന്നെയാണ്, അപ്പോൾ ഫണ്ടമെന്റലി പറയുവാണെങ്കിൽ അവിടെ ഇറ്റ് ഈസ് based on law of conservation of energy. Okay, it also obeys the continuity relation. Okay, അങ്ങനെ പറയാം. ദെൻ അടുത്ത ഇത് റിമെമ്പർ അല്ലേ, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത്രയും ആ ലെവലിൽ ചോദിക്കത്തുള്ളൂ. മെൻഷൻ ദ ലോസ് ഓഫ് ഫിസിക്സ് ഇൻ വിച്ച് ബെർണോളി ഇക്വേഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ. ഓക്കെ, ഇതും എന്ത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം? ഇതിൻ്റെ ഉത്തരവ് നമുക്കവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ദെൻ ഇപ്പോൾ നമുക്ക് വേറെ ലോസ് ഏതെന്ന് ചോദിച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും വരുന്നുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും എന്താണ് ഇതിൽ റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതും റിമെമ്പർ ലെവലിൽ 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് നോക്കുക. എന്താണ് ആ ഒരു ബെർണോളിസ് ഇക്വേഷൻ്റെ മെയിൻ റിലേഷൻ ഏതാണ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്ലൈ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ടു എക്സ്പ്ലെയിൻ ദ ഫ്ലൈയിങ് ഓഫ് എ ബേർഡ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ബേർഡിൻ്റെ ഫ്ലൈ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ഓക്കെ, ബേർഡ്സിൻ്റെ ഫ്ലൈ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യണം, നമ്മളവിടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബേസിക്കലി നമ്മളവിടെ ഉദ്ദേശിക്കുന്ന ഏത് ലോ തന്നെയാണ്, നമ്മുടെ ഈ ഒരു ബെർണോളിസ് തിയറംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ബേർഡിൻ്റെ ഫ്ലൈ വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആ ഒരു എയ്റോപ്ലെയിൻ്റെ ഫ്ലൈ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ എന്തിൻ്റെ വെച്ചിട്ട് ചോദിക്കും, അവിടെ നമ്മുടെ ബേർഡ്സിൻ്റെ ഫ്ലൈറ്റിനെ വെച്ചിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അപ്ലൈ ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊരു 2 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു അപ്ലൈ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ടു എക്സ്പ്ലെയിൻ ദ ഫ്ലൈറ്റ് ഓഫ് എ ബേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേർഡിൻ്റെ ഫ്ലൈറ്റ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ എയ്റോപ്ലെയിനിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമുക്കിവിടെ എഴുതാം. ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് നമ്മളത് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഓക്കെ, ബേസിക്കലി അപ്പോൾ നമ്മൾ പറയണം ദ ബേർഡ് ഓഫ് ഫ്ലൈ ക്യാൻ ബി എക്സ്പ്ലെയിൻ യൂസിങ് ബെർണോളിസ് തിയറം. ഓക്കെ, ബെർണോളിസ് തിയറം അല്ലെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു എയ്റോപ്ലെയിൻ്റെ വിങ് പോലെ ഒരു എയ്റോഡൈനാമിക്കൽ ഷേപ്പ് തന്നെയാണ് എന്ത് ചെയ്തത്, നമ്മുടെ ബേർഡ്സിൻ്റെ വിങ്സിനോട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേർഡ്സിൻ്റെ വിങ് എന്ന് വെച്ചോളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്തു, ഒരു എയ്റോഡൈനാമിക്കൽ ഷേപ്പ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു എയ്റോഡൈനാമിക് ഷേപ്പ് കാരണം ഓക്കെ അപ്പർ സർഫസിൽ എയർ എന്ത് ചെയ്യും, സ്പീഡിൽ മൂവ് ചെയ്യും. ഓക്കെ, അപ്പർ സർഫസിൽ എയർ എന്ത് ചെയ്യും, സ്പീഡിൽ അവിടെ മൂവ് ചെയ്യും. ദ എയർ വിൽ ട്രാവൽസ് ഫാസ്റ്റർ ഓവർ ദ കർവ്ഡ് അപ്പർ സർഫർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫാസ്റ്റർ മൂവിങ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഒരു ലോവർ പ്രഷർ. ഓക്കെ, ഫാസ്റ്റർ മൂവിങ് വിൽ ഹാവ് ലോവർ പ്രഷർ. ഓക്കെ, എന്തായിരിക്കും, ലോവർ പ്രഷർ ആയിരിക്കും. ഓക്കെ, പ്രഷർ വരുന്നുണ്ട്, ലോവർ പ്രഷർ. ബട്ട് അതേസമയം അപ്പോൾ ഇവിടെ എന്താണ് ഫാസ്റ്റർ മൂവിങ് അല്ലേ. ഓക്കെ, എയർ ഫാസ്റ്ററിൽ മൂവിങ് ആണ്. ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം ബേർഡ്സിനെ കുറിച്ച് എങ്ങനെ എഴുതണമെന്നെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫാസ്റ്റർ മൂവിങ് ആയതുകൊണ്ട് ലോവർ പ്രഷറാണ്. അതേസമയം തന്നെ ഈ ഒരു അണ്ടർ ദ വിങ്, ഓക്കെ, അണ്ടർ ദ വിങ്ങിൽ എയർ എങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ, സ്ലോ മൂവിങ് എയർ ആണ്. ഓക്കെ, ഇവിടുത്തെ മൂവിങ് എങ്ങനെയാണ്, സ്ലോ മൂവിങ് എയർ. ഓക്കെ, സ്ലോ മൂവിങ് എയർ ആണ്. അപ്പോൾ സ്ലോ മൂവിങ് എയർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഹയർ പ്രഷർ ആയിരിക്കും. ഓക്കെ, എങ്ങനെയായിരിക്കും, ഹയർ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ എയ്റോപ്ലെയിൻ്റെ കേസിലും സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, എയ്റോപ്ലെയിനിലും സെയിം ഇൻസിഡൻസ് തന്നെയാണ്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, എയ്റോപ്ലെയിൻ ആയാലും ബേർഡ് ആയാലും നമുക്ക് സെയിം ഇത് തന്നെ പറയാം. മുകളിൽ കൂടി സ്പീഡിൽ എയർ ഫ്ലോ ചെയ്യുന്നു, സോ ലോവർ പ്രഷർ. താഴെ കൂടി എങ്ങനെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ലോ സ്പീഡിലാണ്, സ്ലോ മൂവിങ് ആണ്, സോ അതുകൊണ്ട് അവിടെ ഹയർ പ്രഷർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം ഇതിന് എന്ത് കിട്ടും, ഇവിടെ ഒരു ലിഫ്റ്റ് കിട്ടും. ഓക്കെ, അണ്ടർ ദ സർഫസിൽ എന്ത് കിട്ടും, ഒരു ലിഫ്റ്റ് കിട്ടും. ഈ ലിഫ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മുടെ ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ബേർഡ്സിൻ്റെ ഫ്ലൈറ്റിനെ കുറിച്ച് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഇതിൻ്റെ നമ്മുടെ ടെയിലിൽ ഓക്കെ വിങ്സ് തിരുത്തിയാറുണ്ട്. ഓക്കെ, അത് നമ്മുടെ എയ്റോപ്ലെയിൻസിലുണ്ട്. ബട്ട് നമുക്ക് അത്രയൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഈ ഒരു എക്സ്പ്ലനേഷൻ മാത്രം കൊടുത്താൽ മതി.
ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലാപ്പിംഗ് കാരണം അല്ലെങ്കിൽ വിങ്സിൻ്റെ ചിറകടിക്കുന്ന കാരണം എന്ത് കിട്ടും, അതിന് ആ ഒരു പ്രഷർ കിട്ടും, അവിടെ ഒരു എയർഫോയിൽ ഷേപ്പ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ എന്ത് ചെയ്യുന്നത്, അവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ആ ഒരു എന്തിനാണ് ഫ്ലാപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആ ഒരു എയറോഡൈനമിക്കൽ ഷേപ്പ് വരുന്നത് ഈ ഫ്ലാപ്പിംഗ് ചെയ്യുന്ന സമയത്താണ്, ചിറകടിക്കുന്ന സമയത്ത് ആ ഒരു എയറോഡൈനമിക്കൽ ഷേപ്പ് ഒബ്റ്റെയിൻ ചെയ്യും. പിന്നെ നമ്മുടെ എയറോപ്ലെയിൻസിൻ്റെ വിങ്സ് ആണെങ്കിൽ ഓൾറെഡി എന്ത് തന്നെയാണ്, എയറോഡൈനമിക്കൽ ഷേപ്പ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ലാർജ് വാട്ടർ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് എ വാട്ടർ അപ് ടു എ ഹൈറ്റ് ഓഫ് 4 മീറ്റർ. ഓക്കെ. എന്ത് ചെയ്യുന്നു, ഒരു വാട്ടർ ടാങ്കിൽ നമ്മളവിടെ 4 മീറ്റർ ഉയരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 4 മീറ്റർ ഉയരത്തിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. എ സ്മോൾ ഹോൾ ഈസ് മെയ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ വാട്ടർ ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ ഹോൾ. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ബോട്ടത്തിൽ ഒരു ചെറിയൊരു ഹോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പണിംഗിൽ കൂടി എന്ത് ചെയ്യുന്നു, വാട്ടർ പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ പോകുന്ന സമയത്ത് അവിടുത്തെ വെലോസിറ്റി, ഓക്കെ, ഈ ഹോൾ കൂടി പോകുന്നതിൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ. അതാണ് നമുക്ക് അവിടെ വേണം. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ടോർസലീസ് തിയറം, നമ്മളിവിടെ ചെറിയ പറഞ്ഞില്ല ടോർസലീസ് തിയറം. സോ അത് യൂസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യാം. ദാറ്റ് ഈസ് V is equal to root of 2gh ആണ്. ഓക്കെ. ഞാൻ ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്നുകൂടി പഠിച്ചു വയ്ക്കുക. V is equal to root of 2gh ആണ്. അപ്പോൾ V കിട്ടുന്നുണ്ട്. V is equal to root 2 into g 9.8 into h എത്ര വരും, 4 മീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ 4 മീറ്റർ. ഓക്കെ. സിംപ്ലിഫൈ ചെയ്യാം. നിയർലി ഈക്വൽ ടു റൂട്ട് ഓഫ് 78.4 കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. നിയർലി ഈക്വൽ ടു 8 പോയിന്റ് സംതിങ് വരും. ഓക്കെ. 8 പോയിന്റ് സംതിങ് മീറ്റർ പെർ സെക്കൻഡ്സ് എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ. സിമ്പിളാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ബെർണോളിസ് തിയറം എക്സ്പ്ലെയിൻ ഡെമോൺസ്ട്രേറ്റ് ദ ലിഫ്റ്റ് ഓഫ് ആൻ എയറോപ്ലെയിൻ വിങ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. ഞാൻ ബേർഡ്സിൻ്റെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി വേണം പറഞ്ഞുതരാം. എന്താണ്, നമുക്ക് ആ ഒരു ബെർണോളിസ് തിയറം യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ബെർണോളിസ് തിയറം യൂസ് ചെയ്ത് പറയുമ്പോൾ എന്താണ്, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച്. ഓക്കെ. റോ ജി എച്ച് ഇസ് ഈക്വൽ ടു പ്രഷർ ഹെഡ്, വോളിയം ഹെഡ്, ഗ്രാവിറ്റേഷണൽ ഹെഡ്. ഓക്കെ. 3 ഹെഡ്സ് ഉണ്ട്. ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ. അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എയറോപ്ലെയിൻ ഫോർവേഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ആ വിങ്സിലൊരു ലിഫ്റ്റിംഗ് ഉണ്ടാവും. ഓക്കെ. ലിഫ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പർ സർഫസിൽ എയർ കൂടുതൽ സ്പീഡിൽ ഫ്ലോ ചെയ്യും. സോ അവിടെ ഫാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, അവിടെ ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ. നമ്മുടെ എയറോപ്ലെയിൻ വിങ് വേണമെങ്കിൽ വരച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എക്സാമിനേഷന് വരച്ചൊക്കെ സമയമൊക്കെ കിട്ടും. അതുകൊണ്ട് വരച്ച് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വരച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫാസ്റ്റർ മൂവിങ് ആണ്. ഓക്കെ. എയർ പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ലോ പ്രഷർ. ഓക്കെ. ലോ പ്രഷർ. ഓക്കെ. ലോ പ്രഷർ ആയിരിക്കും. അതേസമയം ഇവിടെ എന്തായിരിക്കും, ഇവിടെ സ്ലോവർ മൂവിങ് ആണ്. ഓക്കെ. എങ്ങനെയാണ്, സ്ലോവർ മൂവിങ് ആണ്. അപ്പോൾ സ്ലോവർ മൂവിങ് ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ ദാറ്റ് വിൽ ഹാവ് എ ലാർജ് പ്രഷർ. ഓക്കെ. ലാർജ് അല്ലെങ്കിൽ ഹൈ പ്രഷർ. ലാർജ് പ്രഷർ അല്ല, ഹൈ പ്രഷർ. ഓക്കെ. പ്രഷർ ആയിരിക്കും എന്ന് എഴുതാം. ഓക്കെ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലിഫ്റ്റ് അതിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഹൈ വെലോസിറ്റി അറ്റ് ലോ പ്രഷർ ആൻഡ് ലോ വെലോസിറ്റി അറ്റ് ഹൈ പ്രഷർ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലിഫ്റ്റ് വെച്ചാണ് അവിടെ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് തന്നെ ഉത്തരം. ബേർഡ്സ് ആയാലും എയറോപ്ലെയിൻ ആയാലും രണ്ടിനും സെയിം ആൻസർ തന്നെയാണ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അപ്ലൈ ബെർണോളിസ് തിയറം ടു എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ വെഞ്ചുറി മീറ്റർ. ഓക്കെ. അപ്പോൾ ഞാനത് വീണ്ടും പറയുന്നില്ല, നമ്മൾ ആ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞതും ഇപ്പം ഞാൻ റിവിഷൻ സെക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് തന്നെയാണ് നമ്മളവിടെ എടുക്കേണ്ടത്. സോ എങ്ങനെയാണ് ആ ഒരു ബെർണോളിസ് തിയറം യൂസ് ചെയ്യുന്നത് നമ്മുടെ വെഞ്ചുറി മീറ്ററിൽ. വെഞ്ചുറി മീറ്റർ മീൻസ് നമുക്ക് എന്താ, ഫ്ലോ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യാൻ, പൈപ്പ് ലൈനിൽ കൂടിയുള്ള ഫ്ലോ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, വെഞ്ചുറി മീറ്റർ ഒരിക്കലും ഒരു പ്രിൻസിപ്പിൾ അല്ല. ഓക്കെ. അതെന്തിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതാണ്, നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ ബേസിൽ. ഓക്കെ. ബെർണോളിസ് തിയറത്തിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു വെഞ്ചുറി മീറ്റർ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. വെഞ്ചുറി മീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വെഞ്ചുറി മീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ഓക്കെ. ഹൗ ഇറ്റ് വർക്ക്. ഓക്കെ. ഹൗ ഇറ്റ് വർക്ക് എന്ന് ഉത്തരം നമ്മൾ എഴുതണം. സോ അതുപോലെ തന്നെ എൻ്റെ ആ ഒരു ഡെറിവേഷൻ. ഓക്കെ. എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ. ഇക്വേഷൻ. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവിടെ പഠിക്കുക. ഓക്കെ. എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് തുടങ്ങിയ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ.
അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് സെക്ഷൻസ് പ്രീവിയസ് നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഒന്നുകൂടി എടുത്ത് കണ്ടുവെക്കുക, അല്ലെങ്കിൽ എടുത്ത് വെച്ച് നോട്ട്സ് നോക്കി പഠിക്കാതെ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. സെക്കൻഡ് പാർട്ടാണ് ഇത്, നമ്മളൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ സെക്കൻഡ് കേസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ബി പാർട്ട് പറയുന്നത്? A venturimeter is used to measure the flow rate of a water in a pipe. The pipe has a cross-sectional area of 0.02 meter square. 0.02 meter square. The throat narrow section has an area of 0.01 meter square. If the pressure difference between two sections is 2000 Pascal, calculate the velocity of the water in the throat. അതായത് വേറൊന്നുമില്ല, അവിടുത്തെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഈസി ആണല്ലോ അത്. അപ്പോൾ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് പൈപ്പ്, ഏരിയ ഓഫ് പൈപ്പ് എത്രയാണ്? ഏരിയ ഓഫ് പൈപ്പ് പറയുന്നുണ്ട് ഇസ് ഈക്വൽ ടു 0.02 മീറ്റർ സ്ക്വയർ. 0.02 മീറ്റർ സ്ക്വയർ. അടുത്ത ഏരിയ ഓഫ് ദ ത്രോട്ട്, ഏരിയ ഓഫ് ദ ത്രോട്ടിൻ്റെ ഏരിയ എത്ര വരും? ത്രോട്ടിൻ്റെ ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു 0.01 മീറ്റർ സ്ക്വയർ. ത്രോട്ടിൻ്റെ ഏരിയ 0.0 മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് അപ്പോൾ ഏരിയ ഓഫ് ത്രോട്ട് നമുക്ക് കിട്ടി. അടുത്ത് എന്താണ്? പ്രഷർ ഡിഫറൻസ് വേണം. അപ്പോൾ പ്രഷർ തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ രണ്ട് സെക്ഷൻ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P2 മൈനസ് P1 എന്ന് കിട്ടും. P2 മൈനസ് P1 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരും? 2000 പാസ്കൽ എന്നാണ് പറയുന്നത്. 2000 പാസ്കൽ ആണ് അവിടുത്തെ വാല്യൂ. 2000 പാസ്കൽ. ദെൻ ഡെൻസിറ്റി, നമുക്കിവിടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി ഓൾറെഡി അറിയാം, ഇവിടെ തന്നിട്ടില്ല. സോ നമുക്കറിയാലോ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? ദറ്റ് ഈസ് അത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അത് നമ്മൾ പഠിച്ചിരിക്കാം. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കവിടെ V1 വെലോസിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. V1 വെലോസിറ്റി നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. V1 എന്ന് പറയുന്നത് വിച്ച് ഈസ് എത്ര ടൈംസ് V2 ആണെന്ന് ആദ്യം ഡിറ്റർമിൻ ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ബെർണോളിസ് തിയറത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഫോർ V2. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷനിലോട്ട് പോകണം കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ദിസ് അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 V1 ഈസ് ഈക്വൽ ടു A2 V2. A1 V1 is equal to A2 V2 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം? ദാറ്റ് ഈസ് നമുക്കിവിടെ ആദ്യം V2 നമുക്ക് വേണ്ടേ. നമുക്കപ്പോൾ V1 ആദ്യം എടുക്കാം. V1 is equal to A2 V1. A2 V2 divided by A1. A2 V2 divided by A1 ഇടുന്നുണ്ട്. which is equal to വാല്യൂ കിട്ടും 0.01 into V2 divided by 0.02. 0.02 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.5 V2 എന്ന് കിട്ടും. 0.5 V2 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ബെർണോളിസ് തിയറം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ദാറ്റ് ഈസ് ഓൾറെഡി നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ്റെ ഇത് വേണ്ട. കാരണം സെയിം ഹൈറ്റിലായിരിക്കും. അപ്പോൾ അത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഹൈറ്റ് h രണ്ടും സെയിം ആയിരിക്കും. സോ അത് നമ്മളിപ്പോൾ എടുക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ. ഹാഫ് റോ V1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. ഹാഫ് റോ V2 സ്ക്വയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ ഡിഫറൻസ് എടുക്കാം. കാരണം നമുക്കിവിടെ ഇക്വേഷനിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പ്രഷർ ഡിഫറൻസ് ഉണ്ട്. കണ്ടോ? പ്രഷർ ഡിഫറൻസിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ അടുത്ത് ഞാൻ പ്രഷർ ഡിഫറൻസിലോട്ട് ഇതിനെ മാറ്റുകയാണ്. പ്രഷർ ഡിഫറൻസിൽ മാറ്റുക മീൻസ് അവിടെ P1 മൈനസ് P2. P1 മൈനസ് P2 വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് 2000 കിട്ടും. 2000 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റോയുടെ വാല്യൂ ഡെൻസിറ്റി ആണ്. എത്രയാണ്? 1000 ആണ്. ഡെൻസിറ്റി അവിടെ 1000 ആണ്. ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. അപ്പോൾ നമുക്കവിടെ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇവിടെ നമുക്കിവിടെ V1 സ്ക്വയർ ഉണ്ട്. ബട്ട് നമുക്ക് V1 സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തത്?
കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് എത്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ഇവിടെ വയ്ക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് ദ വാല്യൂ ഫോർ V1. ഓക്കെ, V1ന്റെ വാല്യൂ ശരിക്കും എൻ്റെ അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ അതിനെ ഈ ഒരു ടേംസിലോട്ട് അതിനെ മാറ്റിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടേംസിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വാല്യൂ നമുക്ക് അവിടെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂയോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1000 ഇൻറ്റു ദാറ്റ് ഈസ് V2 സ്ക്വയർ മൈനസ് 0.5 V2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് 2000 is equal to 500 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് 0.5 V2 സ്ക്വയർ നേടാം. ഓക്കെ, ദെൻ അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അവിടെ 1 മൈനസ് എന്ന രീതിയിലിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനലി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2000 ഡിവൈഡ് ബൈ ഒരു 500 0.75 വരും. 0.5 ദാറ്റ് ഈസ് 375 വരും. ഓക്കെ, 375 എന്ത് വരും? V2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോറി, V2 സ്ക്വയർ അല്ല, V2 സ്ക്വയർ നമുക്ക് നിൽക്കുന്നല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് റൂട്ട് ഓഫ് 5.33 എന്നാണ് വരുന്നത്. ഓക്കെ, V2 is equal to root of 5.33 nearly equal to 2.31 meter per second കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ വെലോസിറ്റിയുടെ ആൻസർ. ഓക്കെ, ദിസ് ഈസ് ദ വാല്യൂ ഫോർ വെലോസിറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായിരുന്നു? Question that is about the calculate the velocity of water in the throttle. Okay, velocity of water നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. സോ ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ വാട്ടറിൻ്റെ വെലോസിറ്റി അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാട്ട് ഈസ് ബെർണോളിസ് തിയറം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ നമുക്കിനി നമ്മുടെ വിസ്കോസിറ്റി, ദെൻ അതുപോലെ ലാമിനാർ ഫ്ലോയും അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നീട് അടുത്ത ടോപ്പിക് മീൻസ് നമുക്കിവിടെ ആ ഒരു മോളിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ, അത് ഡിഫ്യൂഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഒന്ന് നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.